ഹലോ, നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് കോസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ രാവിലെ കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ്സും രാത്രി ഒരു 8:39 ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്യും. അപ്പോൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കുറേ അധികം പേര് നമുക്ക് കമൻറ്റ് ചെയ്തു. വളരെ വളരെ സന്തോഷം. റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾക്ക് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ബുക്സൊക്കെ റെഫർ ചെയ്യുക. നമുക്ക് ഒരു 2-3 മാസം നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ 2 മാസം മിനിമം നമുക്ക് 2 മാസം കിട്ടും. അതിൽ കൂടുതൽ കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ എന്തായാലും അതിനുള്ളിൽ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി പോകണം. അപ്പം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് വൈസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്സൊക്കെ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, എക്സ്പെൻസ് എന്താണ്, കോസ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ? പഠിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് നോട്ട് ഒന്ന് ജസ്റ്റ് ഒരു നോട്ടിലോട്ട് പോയിന്റ്സ് ഒന്ന് പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും. എക്സാമിനൊന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് ക്ലാസ് കാണുക. അപ്പോൾ കണ്ടിന്യൂവേഷൻ വേണം. നമുക്ക് ബേസ് ലെവൽ മുതൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു ഓർഡറിൽ തന്നെ കണ്ടുപോകുമ്പോഴാണ് നിങ്ങൾക്ക് സെൽഫായിട്ടൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവുള്ളൂ, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോയാലോ? പോവാം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഫങ്ഷൻസ് ആണ്, ഒബ്ജക്റ്റീവ്സ്, നീഡ് അങ്ങനെയൊക്കെ പറയാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് നടത്തുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യം, അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറയും, നിങ്ങളത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന് അങ്ങനെ പോവരുത്. നമുക്ക് ഓരോ പോയിന്റും, അതായത് ഇതിലെ ഓരോ പോയിന്റ്സിലും ക്വസ്റ്റ്യൻസ് ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ ഞാൻ മാർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നീഡ്. ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ കാരണം കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോസ്റ്റ് അസർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കോസ്റ്റ് അസർടൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സ്, ആ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഓരോ സ്ഥലത്തും എന്ത് മാത്രമാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനെയാണ് കോസ്റ്റ് അസർടൈൻമെന്റ് എന്ന് പറയുന്നത്. കണ്ടോ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഒരു ഓപ്പറേഷന്റെയോ ഒക്കെ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു ആ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിൽ ഓരോ സ്റ്റേജിലും എന്തൊക്കെ കോസ്റ്റുകൾ വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? കോസ്റ്റ് എലമെന്റ്, അതായത് എത്ര മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്, എത്ര ലേബർ കോസ്റ്റ് വരുന്നുണ്ട്, എത്ര ക്യാരിയിങ് കോസ്റ്റ് വരും, ഇങ്ങനെ ഓരോ കോസ്റ്റും, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പം ആ ഓരോ കോസ്റ്റ് എലമെന്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മളത് കണ്ടുപിടിച്ച് അങ്ങനെ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് അസർടൈൻമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കോസ്റ്റ് അസർടൈൻ ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രൈമറി ഫങ്ഷൻ അല്ലെങ്കിൽ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഡിറ്റർമിനേഷൻ ഈസ്
by analyzing the cost of product in terms of cost elements such as cost of material, cost of labor, other expense. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഓരോ എലമെൻറ്റും സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ഏതാ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ത് വരും? കോസ്റ്റ് അസർടൈൻമെൻ്റ് ആണ് വരുന്നത്. ഇപ്പോൾ കോസ്റ്റ് അസർടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അസർടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസിൻ്റെ ഓരോ സ്റ്റേറ്റസിലും വരുന്ന കോസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് എസ്റ്റിമേഷൻ ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ കോസ്റ്റ് ഇതെല്ലാം ഓരോ വാക്ക് കേൾക്കുമ്പോഴും നമുക്ക് ഒരേപോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ട്രെസ് ചെയ്ത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് അസർടൈൻമെന്റ് ക്ലിയർ ആയോ? ഇനി കോസ്റ്റ് എസ്റ്റിമേഷൻ കണ്ടോ? അസർടൈൻമെന്റ് എന്നുള്ള വാക്കും എസ്റ്റിമേഷൻ എന്നുള്ള വാക്കും ഒക്കെ ഏകദേശം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് സെയിം തന്നെയല്ലേ തോന്നുന്നത്? എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. യൂഷ്വലി അങ്ങനെയാ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ വേറൊരു മെയിൻ ഒരു ഫങ്ഷനാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ്. പ്രീ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മളത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോ ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നതിനോ ഒരു ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിനോ ഒക്കെ എത്രമാത്രം കോസ്റ്റാണ് വരാൻ സാധ്യത? ഇതിനെന്താണ് സാധ്യത? അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ ഒരു പായസം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കുമോ? ഒരു കേക്കിൻ്റെ ഉദാഹരണം പറയാം. നമ്മളൊരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കേക്കിന് വേണ്ടുന്ന മൈദ, മുട്ട, ക്രീം എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ? നമ്മളത് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു എസ്റ്റിമേഷൻ ഉണ്ടാവുമല്ലോ, ഇത്രയൊക്കെയാണ് ഏകദേശം ആകുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് എസ്റ്റിമേഷൻ. ഈ എസ്റ്റിമേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഇയറിലുള്ള കോസ്റ്റ് അസർടൈൻ ചെയ്ത ഡേറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് എസ്റ്റിമേഷൻ നടത്തുന്നത്. അപ്പോൾ കോസ്റ്റ് എസ്റ്റിമേഷൻ എന്തിനെയൊക്കെ സഹായിക്കും? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ, ഒരു കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് കൊട്ടേഷൻ നൽകാൻ. നമുക്ക് പല കോൺട്രാക്റ്റിലും കൊട്ടേഷൻസ് ഒക്കെ ഇൻവൈറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ പ്രൈസ് കൊട്ടേഷൻസിന് അല്ലെങ്കിൽ പ്രൈസ് ഫിക്സേഷനും ഒക്കെ എന്ത് സഹായിക്കും? കോസ്റ്റ് എസ്റ്റിമേഷൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? കോസ്റ്റ് അസർടൈൻമെന്റും കോസ്റ്റ് എസ്റ്റിമേഷനും ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് എന്താണ്? കോസ്റ്റ് പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രസൻറ്റ് ചെയ്യുക. ആർക്ക് പ്രസൻറ്റ് ചെയ്യുക? കോസ്റ്റ് ഡേറ്റ ടു വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓരോ ലെവൽസിലുമുള്ള മാനേജ്മെൻറ്റിന് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം കോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുക, കോസ്റ്റ് ഡേറ്റ പ്രസൻറ്റ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്, ഫങ്ഷനാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിലും മാത്രമല്ലേ അവർക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണോ? നമുക്ക് വാങ്ങിക്കുന്നതാണോ ലാഭം? നമ്മളൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നതാണോ ലാഭം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കുന്നതാണോ ലാഭം എന്നറിയണമെങ്കിൽ ആ ഡേറ്റ നമുക്ക് കിട്ടണം. എത്ര കോസ്റ്റാണ് അതിന് ഇൻകർ ചെയ്തിട്ടുള്ളത്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാലല്ലേ അത് പറ്റുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ മാനേജ്മെന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഡിസിഷൻ റിഗാർഡിങ് വെദർ ടു ബൈ എ പ്രോഡക്റ്റ് ഓർ
വെദർ ടു ബൈ ഓർ പ്രൊഡ്യൂസ് ചെയ്യണോ വാങ്ങിക്കണോ, അതുപോലെ തന്നെ എത്ര മെഷീനറിയുടെ കപ്പാസിറ്റിയെ കുറിച്ചും അല്ലെങ്കിൽ നിലവിലുള്ള മെഷീൻ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഈ കോസ്റ്റ് ഡേറ്റ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ വലിയൊരു റോളാണ് അതിൽ വഹിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കോസ്റ്റ് അസർടൈൻമെന്റ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് പ്രസന്റേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് കൺട്രോൾ. അത് ആസ് യൂഷ്വൽ എല്ലാ ബിസിനസ്സിൻ്റെയും ഒരു മെയിൻ, ബിസിനസ്സിൻ്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ നമ്മുടെയൊക്കെ ഫാമിലി റൺ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഹൗസ് വൈഫ്സിനൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അറിയായിരിക്കും എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ നമുക്ക് ചിലവ് കുറയ്ക്കാം. ഇതല്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു ഡേറ്റയാണല്ലേ. അതുപോലെ തന്നെയാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്, വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? വേസ്റ്റേജ് മാക്സിമം കുറച്ചുകൊണ്ട്, വേസ്റ്റേജസ് ഒക്കെ കുറച്ചുകൊണ്ട്, മറ്റ് എവിടെയൊക്കെയാണോ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് കുറഞ്ഞ രീതിയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത്, അപ്പോൾ ആ ഒരു തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് കോസ്റ്റ് എന്ത് ചെയ്യാം, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്നതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് കോസ്റ്റ് കൺട്രോളിൻ്റെ ഒരു ഇഫക്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് മാക്സിമം റിട്ടേൺ നമുക്ക് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാനായിട്ട് കോസ്റ്റ് കൺട്രോൾ വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, നിലവിലുള്ള നമ്മുടെ ലേബേഴ്സിൻ്റെ ആയിക്കോട്ടെ, മെഷീൻസിൻ്റെ ആയിക്കോട്ടെ, മറ്റു റിസോഴ്സുകളുടെ എല്ലാം എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അതിൻ്റെയൊക്കെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എഫിഷ്യൻസിയോട് കൂടിയിട്ട് അതിൻ്റെയൊക്കെ മാക്സിമം പ്രൊഡക്ടിവിറ്റി, ഒരു മെഷീൻ ആണെങ്കിൽ അതിൻ്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി, ലേബർ ആണെങ്കിൽ അവരുടെ മാക്സിമം അവരുടെ കപ്പാസിറ്റി, ലേബർ റിസോഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇതെല്ലാത്തിൻ്റെയും ഒരു അച്ചീവ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് നേടാൻ സാധിക്കുന്നത് ഏത് വഴിയാണ്? കോസ്റ്റ് കൺട്രോൾ വഴിയാണ്. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് എന്തിൻ്റെ? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? കോസ്റ്റ് അസർടൈൻമെൻറ്റ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, പിന്നെ കോസ്റ്റ് പ്രസൻറ്റേഷൻ, ദെൻ കോസ്റ്റ് കൺട്രോൾ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ കോസ്റ്റ് കൺട്രോൾ. എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. എത്ര എക്സ്പെൻസുകളാണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് എക്സ്പെൻസ് വരും, ഇത്ര എക്സ്പെൻസാണ്, ഈ എക്സ്പെൻസിന് വിട്ടു പോകാൻ പാടില്ല എന്നൊരു ടാർഗറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. സെറ്റിംഗ് അപ്പ് ടാർഗറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആക്ച്വലി പ്രൊഡക്ഷൻ പ്രോസസ്സൊക്കെ റൺ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള വന്ന കോസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ആക്ച്വൽ കോസ്റ്റും നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും കൂടെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ സച്ച് വേരിയേഷൻസ് എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, അതേ രീതിയിൽ ഒരു ആക്ഷൻ, കറക്റ്റീവ് ആക്ഷൻസ്, റെമഡിയൽ മെഷേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് കോസ്റ്റ് കൺട്രോളിൽ വരുന്ന കാര്യം. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? എന്താണെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? റെഡ്യൂസിങ് ദ കോസ്റ്റ്. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ ഒരു യൂണിറ്റ് റിഡക്ഷൻ ഇൻ ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഓർ സർവീസ് റെൻഡഡ്. നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസ് റെൻഡർ ചെയ്യാനോ നമുക്ക് വരുന്ന കോസ്റ്റ് ആക്ച്വലി കുറച്ചുകൊണ്ട് എന്താണ്, പക്ഷെ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും കുറവ് വരുത്താതെ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന്
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് കൺട്രോളിൽ വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഓവറോൾ ലെവലിലാണ്. പക്ഷേ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരു വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളത് കോസ്റ്റ്, അതുപോലെ തന്നെ റെഡ്യൂസിങ് ദ കോസ്റ്റ് പെർ യൂണിറ്റ്, പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് 10 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർ യൂണിറ്റിന് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അത് ഇനി നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്താണെന്ന് ക്ലിയർ ആയോ? എന്താണ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ? അപ്പോൾ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ മൊത്തം ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ആക്ടിവിറ്റി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതൊക്കെ മേഖലയിൽ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. അടുത്തത് എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടൈംലി ഒരു നല്ല ഡിസിഷൻസ് ഓരോ സമയത്തും ബിസിനസ്സിൽ ഓരോ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ആ ബിസിനസ്സിനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് വളരെയധികം സഹായിക്കും. കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രോഫിറ്റബിലിറ്റിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിസിഷൻ മേക്കിങ്ങിന് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് നമ്മൾ പറഞ്ഞത്? കോസ്റ്റ് അസർടൈൻമെന്റ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, പിന്നെന്താണ് കോസ്റ്റ് റിപ്പോർട്ടിംഗ്. അതുപോലെ തന്നെ കോസ്റ്റ് റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? കോസ്റ്റ് കൺട്രോൾ, അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ, പിന്നെ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ്. ഇതിൽ നമുക്ക് മെയിനായിട്ടും വളരെ പ്രധാനപ്പെട്ട 1 വേർഡ് ക്വസ്റ്റ്യനോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് കോസ്റ്റ് അസർടൈൻമെന്റ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോള്, കോസ്റ്റ് റിഡക്ഷൻ. ഇത് നമുക്കിനി കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പഠിക്കാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മതി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ചിലർക്ക് കോസ്റ്റിംഗ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് പോലെ ചില കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പതിയെ പോവാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് നോക്കാം. ഓക്കെ, താങ്ക് യു.